ഇത് ഈ ഒരു സ്റ്റേജിലോട്ട് എത്താൻ. അപ്പോൾ ഒക്ടോബറിലാണ്, അതായത് ആദ്യമായി അമൽ സാൻ എന്നെ കോണ്ടാക്ട് ചെയ്തത് അറൗണ്ട് ജാനുവരിയിലാണ് 2020. അപ്പം അന്ന് മീറ്റ് ചെയ്യാൻ പറ്റാതെ കൊറോണ കാരണം അങ്ങനെ നീണ്ടു പോയി. പിന്നെ ഒക്ടോബറിൽ ഇടയ്ക്ക് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒറ്റപ്പെട്ട് അങ്ങനെ നമ്മളെ ഒന്നും അറിയാതെ ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പം അന്ന് ഒക്ടോബറിൽ അത് കഴിഞ്ഞ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാനും സുനിൽ കൂടാലി കുറച്ച് പേര് കാണാൻ പോയി. അതിനുശേഷം എന്നാണ് നമ്മൾ ബുക്കുകൾ കൊണ്ടുവന്നു, പിന്നെ ബുക്കുകൾ വായിച്ചു, പിന്നെ ഈ ഒരു ഇവന്റിലോട്ട് എത്തിയത്. അപ്പോൾ ഈ ഇവന്റിനെ കുറിച്ച് ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സാഹിത്യത്തിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ഇത് ഭാവിയിലും, ഇതിപ്പോൾ നമ്മളെ അടുത്തുള്ള ഒരാളായതുകൊണ്ട് അമലിൽ നമ്മൾ തുടങ്ങി. പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കോർ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ബെനിഫിറ്റ് ആയെങ്കിൽ അതും കൂടി ഒരു ഉദ്ദേശമുണ്ട് ഇതിലോട്ട് എത്തിപ്പെടാൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ടീം എന്ന് പറഞ്ഞിട്ട് നിഹോൺ ഗരളിയിൽ തുടങ്ങി. പക്ഷെ അതിൽ ഈ വാട്സപ്പിൽ വന്നിട്ടും നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ആ ഒരു സ്ട്രീമിൽ ആദ്യത്തെ ഇവന്റാണ് ഇത്. അപ്പോൾ ഇതുവരെ താളിയോല ഇറക്കാൻ പറ്റി, അല്ലാതെ ഇതാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്യാതറിങ്ങിലോട്ട് എത്തിയത്. അപ്പോൾ ഞാൻ ഈ ഇവന്റിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം അമലിന്റെ കൃതികളെ കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അമലിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി നമ്മൾ നസീസാനെ ഒന്ന് ക്ഷണിക്കുന്നു. നമസ്കാരം. അങ്ങനെ ഇതുവരെ ഇങ്ങനെ ഒരു സ്പീച്ച് ഒന്നും ജപ്പാനിലെ സാഹിത്യപരമായിട്ടുള്ള ഒരു പരിപാടിയിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. എന്നാലും അമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ ജപ്പാനിൽ തന്നെ ആദ്യമായിട്ട് അമലിനെ പരിചയപ്പെട്ട മലയാളിയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നാട്ടില് പോയ സമയത്ത് 2019 തോന്നുന്നു വളരെ യാദൃശ്ചികമായിട്ട് ഒരു എഴുത്തുകാരൻ PJJ ആന്റണി സാറിനെ കണ്ടു. അപ്പൊ ആന്റണി സാർ ഇങ്ങനെ ടോക്കിയോലാന്ന് പറഞ്ഞപ്പോ ആള് വന്ന് കുറെ നേരം സംസാരിച്ചിട്ട് കഥാകൃത്താണ് PJJ ആന്റണി സാറ്. അപ്പൊ സാറ് പറഞ്ഞു അവിടെ അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരനുണ്ട്. അപ്പൊ ഞാൻ അമൽ ആയിരിക്കില്ല, അജിത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിയുന്ന ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞെങ്കിലും അല്ല അമൽ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മള് ഫേസ്ബുക്കില് അമലിന് ഒരു റിക്വസ്റ്റ് അയച്ച് അങ്ങനെ അമലിനെ പരിചയപ്പെട്ട് അപ്പൊ ഒരു ദിവസം കാണാന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും അമല് ഞാനും ജോലി ചെയ്യാണ് എങ്കിലും ഞാനൊരു ദിവസം നേരത്തെ വന്നു. അമല് വീക്കെൻഡുകളിൽ അവൈലബിൾ അല്ല, അതും കൂടി ഒരു റീസൺ ആണ് നമ്മൾ ആരും അമലിനെ അറിയാത്തതിന്. അപ്പൊ അമല് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് അമലും കുമിക്കോയും കൂടിയിട്ട് ബസ്സൊക്കെ കയറി വഴിയൊക്കെ തെറ്റി വീട്ടിലേക്ക് വന്ന് ജിഷാദും നേരത്തെ വന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട് കണ്ടു, സംസാരിച്ചു. അപ്പൊ പിന്നീട് ഞാൻ ഓർത്ത് നോക്കിയപ്പോ അത് വേറൊരു ഇതാണെങ്കിലും എന്റെ ഒരു എഴുത്ത് വായന കാലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെങ്കിലും 2004 ശേഷം എഴുത്തും വായനയൊക്കെ കുറച്ച് വിട്ട് വേറൊരു ജീവിതം എന്ന് പറയാം അങ്ങനെ ജീവിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് നാട്ടിൽ പോകുമ്പോ നമ്മള് മാസികകൾ കാണും വീട്ടിലൊക്കെ. അപ്പൊ അതിലിങ്ങനെ സമകാലീന മലയാള വാരികയില് എനിക്ക് തോന്നുന്നത് 2013 തോന്നുന്നു ഒരു മലയാള കഥാ രംഗമൊക്കെ ഒരു മരവിപ്പിലായിരുന്നു. അതിനുശേഷം അവർ പെട്ടെന്ന് ഒരുപാട് പുതിയ കഥകള് ഇപ്പൊ MP നാരായണപിള്ള ഒരു സ്മാരക ചെറുകഥ മത്സരം മലയാളം വാരിക നടത്തി. അപ്പൊ അതില് ഒരു 10 പേര്. അപ്പൊ അതിലെ 10 പേരും ഒരുവിധം ഇപ്പോ ഒരു യുവ വസന്തം എന്നൊക്കെ പറയാം ചെറുകഥയുടെ. അപ്പൊ നിങ്ങൾ കഥകൾ വായിക്കുന്നവരാണെങ്കിൽ അറിയാം, അജി ജേഷ്, പച്ചാട്ട്, KV മണികണ്ഠൻ, ഇങ്ങനെ ഉള്ള ഒരുപാട് പേര്. അപ്പൊ അന്ന് വായിച്ച കഥകളിൽ ഒന്ന് അമലിന്റെ. അപ്പൊ അമലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആരുടെ പേര് കേൾക്കുമ്പോഴും ഒരു സെക്കൻഡ് നെയിം അതിന്റെ കൂടെ കേൾക്കുമെങ്കിലും അമൽ വെറും അമല് മാത്രമാണ്. അപ്പൊ അങ്ങനെ അമലൊരു മുഖ്യധാര ചെറുകഥയിലേക്ക് വന്നത് ആ കാലത്താണ്. അപ്പൊ അതിനുശേഷം അപ്പൊ ഇങ്ങനെ അമല് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പ്രതിഭ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമിയുടെ കഥാ പുരസ്കാരവും ഒക്കെ നേടിയിട്ടുണ്ട്. ഇപ്പൊ
ഫേസ്ബുക്കിലും കറണ്ട് അഫയേഴ്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാളും കൂടിയാണ് അമല്. അപ്പം അമലിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എഴുത്തും വരയും രണ്ട് ദൈക്ഷണികമായിട്ടുള്ള രണ്ട് സമാന്തര രേഖകളാണ് യൂഷ്വലി. അപ്പൊ നമ്മുടെ എഴുത്തിൽ നമുക്കറിയാം കുറെ പേര്, വരകളിലും അറിയാം മദനൻ, അങ്ങനെയൊക്കെ കേശരി. പക്ഷെ അമൽ ഈ രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഗ്രാഫിക്സ് നോവൽ എന്നുള്ള ഒരു ഇതൊക്കെ തുടങ്ങിയത് അമലായിരിക്കും. അമലിന്റെ കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞിട്ട്. മാത്രല്ല അമലിന്റെ കഥകൾക്ക് ചിത്രം വരയ്ക്കുന്നതും അമല് തന്നെയാണ്. അപ്പൊ ജപ്പാനിലേക്ക് വരുന്നതിന് മുമ്പ് അമല് തിരുവനന്തപുരത്തുള്ള രാജാരവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആർട്സ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അജയ് സാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എല്ലാ ഫേസുകളിലൂടെയും എല്ലാവരും പോകുന്നുണ്ട്. അതായത് ഇവിടെ വന്നിട്ടുള്ള ഒരു ഏകാന്തതയും, നമ്മൾ ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ള ഒരു ചിന്തയും, പിന്നെ ഇവൻച്വലി നമ്മൾ അതിലേക്ക് ഇഴുകിച്ചേരും. അപ്പം അമലിൻ്റെതായിട്ട് ഒരുപാട് കഥകള്, ബുക്കുകള്, പുസ്തകങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങളൊന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്ന കെനിയ സാനിലൊക്കെയുള്ള ഏകദേശം എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഭയങ്കര ഒരുപാട് കാലത്തിന് ശേഷം എഴുത്തും വായനയൊക്കെ നിർത്തി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും സാഹിത്യരംഗത്തേക്കൊക്കെ തിരിച്ചു പോകുമ്പോ എന്നെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന ഒരു യാദൃശ്ചികം എന്താന്ന് വെച്ചാല് ഇനി അമലിന്റെ ബെസ്റ്റ് വർക്കൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. കാരണം അമല് വളരെ ചെറുപ്പാണ്. അപ്പൊ ഈ അമൽ സാന് ആ ഒരു കഥകളുടെ പരിസരം നമ്മൾ കൂടി ജീവിക്കുന്ന ഈ ടോക്കിയോ, ജപ്പാനും ഒക്കെ ഉണ്ടാവും ആ പരിസരങ്ങൾ. അമൽ സാൻ നമ്മുടെ പോലെ മാത്രമല്ല, ഒരുപാട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ശാന്തിനികേതനിലും ഒക്കെ പഠിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിട്ടുള്ള അനുഭവങ്ങളും ഒരു എഴുത്തുകാരന്റെ കൃതികളിൽ അതൊക്കെ നിഴലിക്കും. അപ്പൊ നമ്മളും കൂടി ഉള്ള ഈ ഒരു പശ്ചാത്തലം ഇനിയും അമൽ സാന്റെ കൃതികളിൽ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളത് വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും ഇപ്പൊ ജപ്പാനിലൊക്കെ മാങ്ക എന്ന് പറഞ്ഞ വളരെ പോപ്പുലർ ആണ്. അപ്പൊ അതൊക്കെ ഇനി പുതിയൊരു ഡിജിറ്റലൈസേഷന്റെ ഒക്കെ കാലമായതുകൊണ്ട് കേരളത്തിലൊക്കെ അത് ഇനിയും പടരും. അപ്പോ അതിലൊക്കെ ഇനിയും അമൽ സാൻ എന്നുള്ള പേര് ഉയർന്ന് കേൾക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അമലിന്റെ കൃതികൾക്കും ഒരുപാട് ആശംസകൾ. ഈ പറഞ്ഞത് കൂടാതെ വേറെ ആർക്കെങ്കിലും അമലിനെ കുറിച്ച് ഇതല്ലാത്ത എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടോ? ആക്ച്വലി അമലിന്റെ ഒരു ആസെറ്റ് ക്യാരക്ടർ അത് നമുക്ക് കൃതികളിലോട്ട് എത്തിയിട്ടില്ല. നമ്മളെ ഇടയിൽ 4 വർഷം ജീവിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വെരി ഓപ്പൺ ആയിട്ട് വെക്കാം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും. എനിക്ക് തോന്നുന്നത് അമല് വളരെ നാച്ചുറൽ ആണ്, ഒരു ചാടയില്ലാത്ത മനുഷ്യൻ. അപ്പോ നമ്മൾ പലരും, അതായത് ഞാനടക്കം പല ഫോർമൽ സിറ്റുവേഷൻസിലും നമ്മൾ കുറച്ച് ചാടയും കാണിക്കും. പക്ഷെ അങ്ങനെ ഒരു ചാടയും കാണിക്കാൻ അറിയാത്ത ഒരു പ്യുവർ മനുഷ്യനാണ് അമൽ. അപ്പൊ അമല് നമ്മളോട് സമ്മതിക്കുമ്പോൾ, നമ്മുടെ അമലിനോട് സമ്മതിക്കുമ്പോൾ പല പരിമിതികൾ നമുക്കുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അമലത് അഡ്ജസ്റ്റ് ചെയ്യാൻ അമല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമല് പലപ്പോഴും നോക്കുന്നത്, ഞാൻ പലപ്പോഴും നടക്കാൻ പോകാറുണ്ട്. ഞാൻ അപ്പോ പരിചയപ്പെട്ടതിന് ശേഷം കുറച്ച് സമയം കിട്ടിയില്ലെങ്കിലും വളരെ ചെറിയ കുട്ടിയെ പോലെയാണ്. അതായത് ഒരു ചെറിയ സംഭവം ഘടന അവിടെ നിൽക്കും, അവിടെ നിന്ന് അത് ഒബ്സർവ് ചെയ്യും. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻ. ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അതുപോലും പുള്ളി വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് അതിനെ കുറിച്ച് പഠിക്കാനും അതെന്താണെന്ന് അറിയാനും നമുക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് സംഭവിച്ചു പോകും. ഉദാഹരണത്തിന് നടക്കാൻ പോകുമ്പോൾ ഒരു ചെറിയൊരു പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കും, അത് നോക്കും എന്താണ് പൂവ്. പക്ഷെ നമ്മളത് പലപ്പോഴും മറന്നു പോകുന്നൊരു സംഭവമാണ്. പണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞായിട്ട് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ വഴിയോരത്തുള്ള ചെറിയൊരു പൂവ്
ആ പൂവിനെ നമ്മള് മൈൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചെറിയ പൂവാണ്, അതിനാരും മൈൻഡ് ചെയ്യും. പക്ഷെ അതിനും അതിൻ്റെതായ സൗന്ദര്യം ഉണ്ട്. ആ സൗന്ദര്യം പോലും കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് അമൽ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഈ നമ്മള് ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരു 10 വർഷമൊക്കെ ആയിക്കാണ്. അപ്പൊ ഈ അമൽ എന്ന് ഇപ്പൊ വന്നിട്ട് 4 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആ മൈന്യൂട്ട് ലെവലിൽ ജീവിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻ നടക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്? അത് ആക്ച്വലി അതായത് നമ്മൾ മാറിയോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജീവിതത്തിലോട്ട് ഇറങ്ങി ചെന്നപ്പോൾ നമ്മുടെ ആ ഒരു ഒബ്സർവേഷൻ അതൊക്കെ മാറിയിട്ടില്ലേ എന്നുള്ളത്? എനിക്ക് തോന്നുന്നത് അമ്മനെ ഞാൻ വളരെ 1-2 പ്രാവശ്യം കണ്ടിട്ടു. ഒന്ന് നമ്മളന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടു, എല്ലാവരും 1-2 പ്രാവശ്യം കണ്ടു. സാധാരണക്കാരിൽ സാധാരണക്കാരൻ. നമ്മളൊക്കെ ഒരു കാലത്ത് നാട്ടുമ്പുറത്ത് ജീവിച്ചിട്ട് ജാടകളില്ലാതെ മനുഷ്യരോട് വളരെ തുറന്ന് എനിക്കത് തുറന്ന് സംസാരിക്കാൻ പ്രകൃതിയുടെ മനുഷ്യനാണ്. എനിക്കത് അമലിനോട് സംസാരിക്കാൻ പറ്റും. അതായത് അമൽ അത് വേറെ രീതിയിൽ എടുക്കില്ല. അത് മനുഷ്യത്തരമായ ഒരു നമ്മുടെ വികാര പ്രകടനമായിട്ട് എടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പിച്ചു വരാൻ പറ്റുന്ന ലക്ഷ്യമാണ് അമൽ. സാധാരണക്കാര്. അപ്പൊ ഞാൻ അമൽ ഒരു നോവല വായിച്ചുള്ളൂ. എനിക്ക് അതിന്റെ സത്യം പറഞ്ഞ പേരോർമ്മയില്ല. പക്ഷെ അമല എഴുതിയിരിക്കുന്നത് സാധാരണക്കാരനായ അനാറുൽ ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. ഒരു കാതികൻ, ഒരു അത്രയും സമൂഹത്തിന് അങ്ങേ തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട്, അതും ടോക്കിയോയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇതുണ്ടെങ്കിൽ അമലിന്റെ ചിന്താതലം എവിടത്തേക്കാണ്, ആരോടാണ് അമലിന്റെ അനുഭാവം എന്ന് അമലിന്റെ കൃതിയിൽ നിന്ന് തന്നെ വളരെ ക്ലിയറാണ്, വ്യക്തമാണ്. ഏതൊരു കലാകാരനും മനുഷ്യത്വമായിരിക്കണം അവന്റെ 1-ാം നമ്പർ. അവന്റെ ആയുധം മനുഷ്യത്വമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് അമലിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എനിക്കറിയാം. പൊന്നാടിയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത്. അപ്പം അവരുമായിട്ട് എനിക്കും വളരെ കുറഞ്ഞ നാളത്തെ പരിചയമുള്ളൂ. ഞങ്ങൾ അയൽവാസികളാണ് ഇപ്പോൾ അടുത്തായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി JP സാർ പറഞ്ഞ സംഗതി തന്നെ ജിജ്ഞാസമാണ് ഭയങ്കരമായിട്ട്. എന്ത് കാര്യങ്ങളെക്കുറിച്ചും ഒബ്സർവേഷൻ മാത്രമല്ല, സംഭാഷണത്തിനിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും നമ്മളോട്. പുള്ളിക്ക് വളരെ മേ ബി ഒരു കലാകാരന്റെ മനസ്സായിരിക്കാം കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം. അത് ഓരോ പേഴ്സണും. അപ്പം ഞാൻ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിന്നും പുള്ളി എന്നെ ജിഷാദ് എന്ന വ്യക്തിയായി കാണുന്ന പോലെ തന്നെ എന്നെ ഒരു കഥാപാത്രമായി കൂടി പുള്ളി കാണുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് സംസാരിക്കുന്നു. എനിക്ക് എല്ലാവർക്കും തോന്നിയിട്ടാണ്. കാരണം പുള്ളി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിലുള്ള അതിൽ നിന്നും ഒരു കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് പുള്ളി ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ പക്ഷെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല. പക്ഷെ പുള്ളി വളരെ നമ്മൾ പോലും എനിക്ക് പലപ്പോഴും തോന്നി ഞാൻ പോലും എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ആ സർക്കിളിനെ കുറിച്ച് ചിന്തിക്കാത്ത കാര്യങ്ങൾ പുള്ളിയുടെ ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ ചിന്തിച്ചു. അത് എനിക്ക് തന്നെ ഒരു പുതിയ തിരിച്ചറിവ് വേണമെങ്കിൽ പറയാം. നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിനെ കുറിച്ച് ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഡയമെൻഷൻ ഉണ്ട് നമ്മൾ ചിന്തിപ്പിക്കാൻ ആത്മീയമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം ഒരു പക്ഷേ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണും. അമല് 4 വർഷം ഏറെക്കുറെ നമ്മൾ ആരെയും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ ഇടയിൽ നിന്ന് അമലിനെ അറിയണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ, അതായത് അമലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടായിട്ട് ഈ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജപ്പാനിലെ മലയാളികളുടെ ഇടയിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അമലിനെ എല്ലാ ഇവന്റ്സിനും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അമലിന്റെ ജോലി അങ്ങനെയാണ്. അമലിന് ആകെ വീക്കെൻഡ്സ് എല്ലാം അമലിന് ബിസി വർക്കിംഗ് ആണ്. അപ്പൊ അമലിന് വരാൻ പറ്റില്ലായിരുന്നു. ആദ്യം ഇതേപോലെ ഫേസ്ബുക്ക് വഴി കോണ്ടാക്ട് നഫീസാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നഫീസാനാണ്. സിനിമ അതതിന് ശേഷം അത് ലൂസിഫർ പക്ഷെ അന്ന് ഇവരെ കണ്ടിട്ട് മാത്രമേ മനസ്സിലായുള്ളൂ. വേറെ ഇതൊന്നും അല്ലാതെ ഒരിക്കൽ നമ്മള് വളരെ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം രാത്രി സ്റ്റേഷനിൽ വെച്ചിട്ട് അമലും കുബിക്കോസാണ്. അങ്ങനെ പറയുമ്പോ എനിക്ക് തോന്നുന്നു കുബിക്കോസാനെ പറ്റി കൂടി പറയണം. സോറി, അവരിവിടെ ഇല്ല, അവര് വരും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ കുമിക്കോ ഭയങ്കര വ്യത്യസ്തയായിട്ടുള്ള ഒരു ജാപ്പനീസ് പെൺകുട്ടിയാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് ജാപ്പനീസ് പെൺകുട്ടികളെ അറിയാം. അപ്പൊ അവരിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ അമലിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ വളരെ ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ട് ഇടയ്ക്ക് നമുക്കതൊരു നാട്ടിലെ കുട്ടിയാണോ എന്ന് വരെ തോന്നും. അങ്ങനെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു അമലിനെ പോലെ തന്നെ.
എനിക്ക് തോന്നുന്നത് അമലിനെ നമ്മളൊക്കെ ഒരു വലിയ നിലയിലുള്ള ആളാണോ എന്നുള്ളൊരു ജാള്യത ഉണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എനിക്ക് അമലിനോട് പറയാനുള്ളത്, അമലിനെ പോലെ തന്നെ യാദൃശ്ചികമായിട്ട് ജപ്പാൻ എത്തിപ്പെട്ടവരാണ് കൂടുതൽ. അവരാരും ജപ്പാൻ എത്തണമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ ജപ്പാൻ ജീവിക്കണമെന്ന് വിജയിച്ചിട്ട് വന്നതല്ല, യാദൃശ്ചികമായി ഇവിടെ വന്നതാണ്. പലരും ചിലപ്പം മാസങ്ങൾക്ക് വേണ്ടി മാത്രം വന്നത്. ഞാൻ 3 മാസത്തേക്കാണ് വന്നത്, ഇപ്പൊ 15 വർഷമായി. അതുപോലെ അവിചാരിതമായി എത്തിപ്പെട്ടവരാണ് കൂടുതൽ. അവർ സാധാരണക്കാരുണ്ടാവും എല്ലാ വീട്ടിൽ നിന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജാളിതയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ജസ്റ്റ് ഒരു അഡീഷൻ. ഞാൻ ആക്ച്വലി ജപ്പാനിൽ വന്നത് ഞാൻ അവനോട് നേരത്തെ പറഞ്ഞോട്ടെ, ഏതാണ്ട് 20 വർഷം മുമ്പാണ്. ഒരു വിദ്യാർത്ഥി സ്റ്റുഡന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റുഡന്റ് ലൈഫും ഇപ്പോ ഉള്ള നമ്മുടെ ഒരു വർക്കിംഗ് ലൈഫുമായിട്ട് ആക്ച്വലി നമ്മള് ഒരു ഡിഫറെന്റ് ലോകത്തിലാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അവന്റെ സക്കനയില് കാണുന്ന ഒരു പിടച്ചിലൊക്കെ നമ്മുടെ ആ ഒരു കാലത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറെ കൂടി അവന്റെ ആ എഴുത്തോടൊക്കെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോ അതിന് പോയിട്ട് 2016 തിരിച്ചു വന്നപ്പം ആക്ച്വലി എല്ലാം മാറി. അതെന്റെ വ്യൂ പോയിന്റ് മാറി, എന്റെ പ്രായം മാറി, ജോബ് മാറി. അതുകൊണ്ടായിരിക്കാം നമ്മള് ചിലപ്പോൾ വിചാരിക്കും അമല എഴുതുന്നത് അതില് അർത്ഥമുണ്ടോ എന്നൊരു തോന്നല് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇന്നു ആണെങ്കിലും സക്കന, കെനിയാസനൊക്കെ വായിക്കുമ്പോൾ അത് തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ എല്ലാവരെയും നമ്മുടെ ഒരു കൂട്ടിനുള്ളിൽ നിന്നാണ് തന്നെയാണ് കാണുന്നത്. അതിൽ പുറത്തും കുറെ ആൾക്കാരുണ്ട് ഇതുപോലെ, മലയാളികളും അല്ലാത്തവരുമുണ്ട്. അന്നും ഉണ്ടായിരുന്നു ആക്ച്വലി. അന്ന് ഞാൻ വരുമ്പോ ഇവിടെ പ്രമുഖരായിട്ടുള്ള കുറെ മലയാളി സുഹൃത്തുക്കളുണ്ട്, കൂട്ടായ്മയുണ്ട്. പക്ഷെ അതിന് പുറത്തും കുറെ പേര് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവര് അങ്ങനെ ജീവിച്ചു, അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അവരെ കൂടി ഒന്ന് അമലിന്റെ കൃതികളിൽ കൂടെ ഒന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മുടെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ട് ഇവിടെ, നല്ല സ്ട്രോങ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ എന്ന് ഞാൻ വിചാരിക്കും. നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിലയച്ചു. ഞാനിവിടെ വരും മുമ്പ് നാട്ടിലെ പത്രങ്ങളിലൊക്കെ, പക്ഷെ അന്ന് ജപ്പാനെ പറ്റി യാതൊരു താല്പര്യമില്ലായിരുന്നു. നിഹോൻ കൈരളി സംഘടന, ഈ ഏറ്റവും മികച്ച സംഘടനകളുടെ അവാർഡ് അങ്ങനത്തെ മുമ്പ് ഞാൻ പഠിച്ച സമയത്തൊക്കെയാണ് 300ഓളം കുടുംബങ്ങളുണ്ടെന്ന ഒരു വാർത്ത. അതെനിക്ക് ഇപ്പോഴും പറഞ്ഞത്. ഇപ്പൊ എത്ര കുടുംബമുണ്ടെന്ന് അറിയില്ല. അന്ന് ഇങ്ങനെ വാർത്ത അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നപ്പം അത് ഓർമ്മിച്ചു, മലയാളികളൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു ഫേസ്ബുക്കിൽ. അപ്പൊ അതിന്റെ പേജൊക്കെ കണ്ടു, ഞാൻ ലൈക്ക് ചെയ്തു. അപ്പൊ പിന്നെ അതിൽ അധികം വാർത്തകൾ വരുന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അതിൽ എവിടെ നിന്നോ എനിക്ക് മെയിൽ ഐ ഡി കിട്ടി അതിന്റെ. അങ്ങനെ ഞാൻ മെയിൽ അയച്ചു. അപ്പൊ അജയ് സാറാണെന്ന് എനിക്ക് മറുപടി അയച്ചു മലയാളത്തിൽ. അത് ജെപി സാർ. അത് പിന്നെ രണ്ടാമത്. പിന്നെ ജിഷാദ് സാറിന്റെ റെസ്റ്റോറന്റിൽ കറി ബീഫ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഈ പറഞ്ഞ പാർട്ട് ടൈം ജോലി റെസ്റ്റോറന്റിൽ ചെയ്യുന്നതിന്റെ ഒരു വാർത്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ നിന്ന് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ലെനിൻ എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി അവിടുന്ന് പുള്ളിക്കാരനും പാറശാല ഏരിയ അവിടെ എന്റെ ഇവിടെ നിന്ന് ഇന്നേ 40-50 കിലോമീറ്റർ ഉണ്ട്. ഞാൻ വെഞ്ഞാറമൂട്. അപ്പൊ അതാണ് ഏറ്റവും ട്രിവാൻഡ്രം ബോർഡർ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇവിടെ ഇങ്ങനെ റെസ്റ്റോറന്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ നാൾ മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി പോയി. അവിടെ ജൂജു എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ വന്നു. റെസ്റ്റോറന്റിൽ ഇങ്ങനെ വേറെ ഒരു മലയാളി കൂടെ കണ്ടു. പിന്നെ പുള്ളിക്കാരെ ഓണത്തിന് ഇങ്ങനെ 30 കറിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഫോട്ടോ അയച്ചു. അങ്ങനെ കോഴിക്കോട് കാണിച്ചപ്പോൾ ഞെട്ടി. അങ്ങനെ പോയി. അങ്ങനെ ഓണത്തിന് പിന്നെ ജൂജോയിൽ പോയി. അപ്പോഴും വേറെ 2 മലയാളികളുണ്ടായിരുന്നു. ഒരു വൈഫ് പറയാനുണ്ട്. അതാണ് പിന്നീട് വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത മലയാളി കണ്ടത്. പിന്നെ അസാക്കുസയിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് മലയാളികളുടെ സൗത്ത് പാർക്ക്. അതിന്ന് ഇതുപോലൊരു
അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചിട്ട് കാണുമെന്ന് പറഞ്ഞു. പക്ഷെ അത് കാണാൻ പറ്റില്ല. പിന്നെ നാട്ടില് പേര് പറഞ്ഞു അജയ് സാൻ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു മലയാളി ഞാൻ അതുപോലെ യാദൃശ്ചികമായിട്ട് കണ്ടു. അത് ഞാൻ ഫേസ്ബുക്ക് വഴി നാട്ടിലുള്ള ഒരാളാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ പോണ്ടിച്ചേരി, കോഴിക്കോടുള്ള ആളാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. തിയേറ്റർ ആർട്ടൊക്കെയാണ്. അങ്ങനെ ഇവിടെ പണ്ട് ഗവൺമെന്റിന്റെ കൾച്ചറൽ സെന്റർ എന്തോ ക്ഷണിച്ചിട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ജപ്പാൻ പെൺകുട്ടി അവരുടെ സംഘത്തോടൊപ്പം വന്നിങ്ങനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഈ 2 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി അതുപോലെ ഗ്രാമത്തിൽ ഇങ്ങനെ താമസിക്കണം. റിസൈൻ ചെയ്തു കോളേജിൽ. അപ്പൊ അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം. അങ്ങനെ ഞാൻ പ്രഭാത് ഭാസ്കർ. അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനെ ഞാൻ പിന്നെ വിളിച്ചു, ഭയങ്കര സംസാരിച്ചു. അങ്ങനെ ഞാനും കുമിക്കോയും കൂടെ പോയി ദിവസം വഴിയൊക്കെ കണ്ടുപിടിച്ച് പോയി. മ്യോക്കാക്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, തോക്കി ഗാവെന്ന് പറയുന്നത് ഭയങ്കര ഗ്രാമം. അവിടെ ചെന്നപ്പോ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കുറെ ഭൂമിയെ കിട്ടി. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു. എല്ലാം പുള്ളി ചെയ്തതാണ് എന്ന് പറഞ്ഞു. വീടും എല്ലാം ടോക്കിയോയിൽ ഇങ്ങനെ ജോലിക്ക് വരുന്നവരും തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ ഒരുപാട് വീടെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ എന്നോട് കൂടെ വരാനൊക്കെ പറഞ്ഞു. കുമിക്കോ സമ്മതിച്ച ഞാൻ വരാൻ സമ്മതിച്ചില്ല. അങ്ങനെ പുള്ളിക്കാരന്റെ വീട്ടിൽ ഇങ്ങനെ 2-3 തവണ പോയി. 2 മാസം മുമ്പും പോയി. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആണ്, ഫോട്ടോയൊക്കെ കാണാം. ഭയങ്കര കൃഷി. ഇപ്പൊ ഫോട്ടോ എല്ലാം ഫേസ്ബുക്കിലൂടെ കാണാം. അങ്ങനെ ഒരാൾ താമസിക്കുന്നത് കാണാം. അന്നോട് ചോദ്യം ചോദിച്ചോളൂ, ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കാൻ നഗരാന്തരീക്ഷമാണോ ഏറ്റവും ബെസ്റ്റ്, അത് ഗ്രാമാന്തരീക്ഷമാണോ? ഇല്ല, രണ്ടും ബെസ്റ്റാണ്. മനുഷ്യരെ അറിയില്ലേ, മനുഷ്യരെവിടെ ഉണ്ടോ അവിടെ എല്ലാം കഥയുണ്ട്. 2016 അമരയച്ചൊരു മെയിൽ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ദിര എന്ന ഒരു ആൺകുട്ടി ഇവിടെ കണ്ടിട്ടായിരുന്നു. അപ്പൊ ഈ ഇന്ദിരയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുക വെച്ചിട്ടാണ് അവര് മലയാളത്തിൽ മെയിൽ ഇട്ടത്. നിഹോൺ കൈരളി ഈ ജപ്പാനിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു മെയിൽ ഉണ്ടെന്ന് ഭയങ്കര ഞെട്ടലായി. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടനടി മറുപടി വിട്ടു മലയാളത്തിൽ. കാരണം മലയാളത്തിൽ മെയിൽ ഇടുന്ന ആദ്യമായിട്ട് എനിക്ക് മെയിൽ ഇടുന്നു. ഞാനന്ന് ഒരു ലിങ്ക് അയച്ചു തന്നിരുന്നു ഇന്ദിരയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ജാപ്പനീസ് സൈറ്റുണ്ട്, ഒരു ഇംഗ്ലീഷ് സൈറ്റ് ഉണ്ടായിരുന്നു. കാരണം ആ നെഹ്റുവാണ് ഇവിടെ സംഭാവന ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തു. എഴുതിയിട്ടില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി അവരത് വായിച്ച് മനസ്സിലാക്കി കൂടുതൽ അതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കുന്നു. പിന്നെ അതാണ് ആ സംഭവം. വായിച്ചപ്പോ നല്ല രസമായിരുന്നു. ഈ ആനയും കൊണ്ട് ഈ ജപ്പാൻ മുഴുവൻ അവർ കറങ്ങി. അന്ന് ആ മെയിൽ വന്ന കാരണം ഞാനും ഇന്ദിരയെ കുറിച്ച് വായിച്ചു. അതായത് ജെ.പി. ചേട്ടൻ അതിനെ കുറിച്ച് പ്രജിലാലിനോട് എങ്ങനെ ചോദിച്ചിരുന്നു അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ. ഇപ്പൊ പ്രജിലാൽ എന്നോട് ചോദിച്ചിരുന്നു. അതെ, അല്ല അത് കാരണം നമ്മൾക്കും പുതിയ അറിവുകളുണ്ടായി. അതായത് ഇപ്പൊ നമ്മള് നേരത്തെ അജയ് ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലാതെ താമസിക്കുന്ന പല മേഖലകളിലുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ 2019 കുറച്ച് നിഹോൺ കൈരളി നമ്മൾ കുറെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. മലയാളികൾ എവിടെയുണ്ട് നമ്മൾ മാപ്പ് ഉണ്ടാക്കി. ആക്ച്വലി നമ്മൾ ത്രൂ ഔട്ട് ജപ്പാൻ മാപ്പ് ഉണ്ടാക്കി. നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട്, അതായത് ഡീറ്റെയിൽ അഡ്രസ് അല്ല, നിയറസ്റ്റ് സ്റ്റേഷൻ വെച്ചിട്ട് മലയാളികളുടെ ഒരു മാപ്പ്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് പങ്കെടുത്ത ആൾക്കാരുടെ മാപ്പ് ഉണ്ടാക്കി, ഒരു 275 പേരുടെ. അപ്പൊ അതിൽ തന്നെ എല്ലാം ക്ലസ്റ്ററുകളാണ്, കൂട്ടം. പക്ഷെ അല്ലാതെ ശരിക്കും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മളൊക്കെ ഉണ്ടെന്നുള്ളത് അവർ ആലോചിക്കുള്ളൂ. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് എന്നാൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഇപ്പൊ നമുക്ക് അങ്ങനെ അവരോട് ചോദിക്കാം എന്നുള്ളത്, അല്ലാതെ സ്വന്തം ജീവിതത്തിൽ അവരെ ഉൾക്കൊള്ളിക്കണം എന്ന് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ എന്താ, പക്ഷെ അമൽസാൻ ഇടയ്ക്ക് വെച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു മെയിൽ അയച്ചിരുന്നു, പാതകം വാഴ കൊലപാതകം എന്നുള്ള ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. ഇവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു മെയിൽ പോയിരുന്നു. അപ്പൊ അന്ന് ഒരു ആക്റ്റീവായി കണ്ടു. പിന്നെ താളിയോലയിൽ അമലിന് വരും. പക്ഷെ പിന്നെ അതിന്റെ ഇടയിലൊക്കെ കുറെ ഗ്യാപ്പുകളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും
എന്തുകൊണ്ട് കാണുന്നില്ല നമ്മളുടെ ഇടയിൽ, പക്ഷെ ഓരോ ഇൻസ്റ്റന്റുകളായി വരുന്നുണ്ട്. ഇത് നേരത്തെ നസീർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. കാരണം അമലിനെ നമ്മൾ നിഹോൺകേരയുടെ ഓണത്തിന് പിടിക്കാറുണ്ട്, പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അമല് പറഞ്ഞത് ആ മെയിൻ്റെ എന്താ വിട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഒഴിവില്ല, കാരണം എനിക്ക് വർക്ക് ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റാന്ന ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. പണ്ട് അതായത് കാരണം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സാറ്റർഡേ അല്ല, എന്തായാലും ഇന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നതിൽ വളരെ നന്ദി. കാരണം സാധാരണ ലീവ് എടുത്ത് കിട്ടില്ല. ലീവ് എടുക്കാൻ അതായത് അത് വേറില്ല. ഇവിടെ 2016 വന്നത്, താമസം നടന്നത്. 13 14 വന്നിട്ടുണ്ട്, വീട്ടിൽ ഇങ്ങനെ കാണാനും വന്നിട്ടുണ്ട്. അപ്പോഴും ജോലി ഇവിടെ എന്താ ചെയ്യും അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇവിടെ വരും നിൽക്കും എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട്, വരണമെന്നുണ്ട്. പക്ഷെ ജോലി കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോഴാണ് അത് പ്രശ്നമായത്. പിന്നെ പഠിക്കാൻ 2 വർഷം സ്കൂളിൽ ചേർന്നായിരുന്നു, ശിനാമച്ചിരി. അപ്പൊ അവിടെയാണ് ആദ്യമായിട്ട് ഈ ജോലിയുടെ ഇത് കേൾക്കുന്നത്. പാർട്ട് ടൈം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നു സ്റ്റുഡൻസ്. എനിക്ക് ഇത് വലിയ പിടിയില്ല ആരുടെ ചോദ്യം. കാരണം ഇന്ത്യക്കാരൊന്നുമില്ല ആ സ്കൂളിൽ, ഒരാളുമില്ല. മലയാളികളൊന്നും പറഞ്ഞാൽ ഒരാൾക്ക് അറിയാൻ പോയില്ല. മൊത്തം ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ അവിടെ നിന്നുള്ള കുട്ടികളാണ്. പിന്നെ യൂറോപ്പിൽ ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് പേര്. ഏറ്റവും കൂടുതൽ ശ്രീലങ്കയാണ്. അവരെന്ന് വെച്ചാൽ മലയാളികളെ കടത്തി വെച്ചിട്ടുണ്ടാവും ബഹളവും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ടീച്ചർമാരെ. ആദ്യം ഇത്ര ദിവസം വന്നില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല, തിരിച്ചുവിടും. ലാസ്റ്റ് ഈ ടീച്ചർമാർ ഇവരെക്കാൾ മേളായി. അങ്ങനെ ഇവർ മാറ്റി ഭയങ്കര ബഹളം. അങ്ങനത്തെ ഭയങ്കര തമിഴ് ആന്ധ്ര ഒരു ലുക്കും അങ്ങനെ അവർ ലാംഗ്വേജ് എഴുതിക്കുന്നതെല്ലാം ആന്ധ്ര പോലെയാണ്. പക്ഷെ അവരോട് ഞാൻ കേരളം എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ കളിയാക്കാണ്. കേരള ഗഞ്ചാന്ന് പറയും. കേരളം ഞാൻ അതേ അറിയാം. പിന്നെ തമിഴ് വിരോധം. ഞാൻ തമിഴ് കേരളം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവര് കേരളത്തിൽ നിന്നാണ് അവരെ നാട്ടിൽ കഞ്ചാവ് വന്ന് അവരെ നശിപ്പിക്കുന്നത്. ആ ഒരു കാര്യം മാത്രമേ അത് പുറത്തുനിന്നറിയാം. കേരളത്തിൽ ഇല്ലാന്ന് പറയും. തമിഴ് അറിയാവുള്ളൂ. മുനമ്പത്ത് നിന്ന് വരുന്നു ജാഫിനാണ് തമിഴന്മാർ അവരെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നോട് ഒരു താല്പര്യം അവർ കാണിച്ചില്ല. ഞാൻ ഭയങ്കര ക്രിക്കറ്റ് മാത്രം അവർക്ക് ഒരു താല്പര്യമുണ്ട്. ക്രിക്കറ്റ് അതും പണ്ട് 96 വിനോദ് കാമ്പളി സച്ചിനും കൂടെ നിന്നിട്ട് കാണികൾ. അതുകൊണ്ട് അതിന്റെ അത് ഭയങ്കര എന്തോ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഇവരുടെ പക്ഷെ ഇവരാണ് ആദ്യത്തെ എല്ലാ പാർട്ട് ടൈമിലൊക്കെ പോകുന്നവര് ഇങ്ങനെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു നോട്ടീസൊക്കെ തന്ന് എന്നെ കൊണ്ടുവരും. അത് പക്ഷെ യമാത്തോയിലായിരുന്നു. അവിടെ ശിനഗാവ് അതിന്റെ ഹെഡ് ഓഫീസിലായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ടഫായിരുന്നു, ഭീകര ഒരു ഫാക്ടറി. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ കുറെ നാൾ തൊട്ട് മതിയായി. പിന്നെ ഈ ലാംഗ്വേജ് ഞാൻ N5 എഴുതിട്ട് എനിക്ക് കിട്ടിയില്ല. പുള്ളിക്കുറഞ്ഞില്ല N സാധനമൊക്കെ എഴുതി കഴിഞ്ഞാല് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ഇപ്പൊ നേരത്തെ ആരാ പറഞ്ഞത് കുമ്മിക്ക് ഭയങ്കര ഡൗൺ. അല്ല ഞാൻ ഇക്കാര്യത്തിൽ ഭയങ്കര വിയോജിപ്പ് ഡൗൺ എർത്ത് തന്നെയാണ്. പക്ഷെ ഞാൻ എന്തെങ്കിലും ജോലി അല്ല അങ്ങനെ എന്തെങ്കിലും പറയാൻ അത് ഭയങ്കര നിരുത്സാഹപ്പെടുത്തും. ഞാൻ ഇങ്ങനെ സ്ഥലത്ത് അപ്ലൈ ഇപ്പൊ ഇവിടെ ഇത് കൊടുക്കണം ശരിയാവില്ല, അത് ഇത് വേണം, ഇതിനും കൂടെ അത് വേണം, എന്നാലും അവിടെ കൊടുക്കാൻ പറ്റും. മിക്കവാറും സർക്കാർ എന്നുള്ള ഒരു കഥ ജാപ്പനീസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ആ വീട്ടിൽ അടിയാടും അല്ലെ? വായിച്ചു കാണുന്നുണ്ട്. ഇവര് രണ്ടുപേരെയും കാണുമ്പോ നല്ല രസമാണ്. ഇവര് അമൽ സാൻ നന്നായിട്ട് ജാപ്പനീസ് പറയില്ല, കുമിക്കോ നന്നായിട്ട് ഇംഗ്ലീഷും പറയില്ല. അപ്പൊ അതിന്റെ ഇടയിലൊക്കെയുള്ള ഒരു സംസാരമാണ്. അപ്പൊ കുമിക്കോ എന്നോട് ജാപ്പനീസിലാണ് സംസാരിക്കുന്നത്, അമൽ സാൻ എന്നോട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ KR നാരായണനാണ് തോന്നുന്നു. അപ്പൊ ആള് പറയും ആളുടെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലഘട്ടം ആളുകളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. പക്ഷെ അതല്ല, അവിടെ പറയുന്നതൊന്നും എനിക്കോ ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവില്ല.
അത് വേണമെന്ന് വെച്ചിട്ട് മലയാളം തീരെ പഠിപ്പിക്കാതെ, അതായത് നമ്മളെ റെസ്റ്റോറന്റിൽ കണ്ടപ്പോ തോന്നിയില്ലേ, അതായത് ഒരു ബിക്കോസ് മലയാളം ഒരിക്കലും പഠിക്കരുത്, അതായത് എനിക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ആ സെയിം അപ്രോച്ചിലാണ് ജാപ്പനീസ് പഠിക്കാത്തത്. അല്ല, ഈ കുറഞ്ഞ കമ്മ്യൂണിക്കേഷനിലോട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു താമസിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഞാൻ എന്നാ കണ്ടുപിടിച്ചതാ, ഒരു ജോലി ഞാൻ കണ്ടുപിടിച്ചതാ, ഞാൻ നോക്കിയിട്ടൊക്കെ കാണുന്നത്. അങ്ങനെയാണ് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണ്, അതും എബിസ്. അങ്ങനെ അന്ന് 2016-17 സമയത്ത് ഇപ്പോഴും ഞാൻ അവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശനി ഞായറുമാണ് ഞാൻ മെയിനായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ നിഗോങ്കരല്ലോ എല്ലാ പ്രോഗ്രാമിലും കാണാറുണ്ട്. പക്ഷെ ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അവസാന ആഴ്ച 20-ാം തീയതി മറ്റോ അടുത്ത മാസത്തെ ഇത് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ഭയങ്കര ഈ ബൈബിളും ഖുറാനൊക്കെ പോലെയാണ്. അത് മാറ്റാൻ പറ്റില്ല. അതവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ. അപ്പൊ അതിനിങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അത് അപ്പൊ അടുത്ത മാസം ഇന്ന് ഞായറാഴ്ച ഇതുപോലെ പ്രോഗ്രാമാണ്, ഓണോട്ടം വെച്ചത് കഴിഞ്ഞാൽ അതെന്തോ ഒരു തെറ്റ് പോലെയൊക്കെയാണ്. അത് പിന്നെ ആദ്യം എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നും. പക്ഷെ ഇപ്പൊ എനിക്കും അതുപോലെ കാര്യം എനിക്ക് ചോദിക്കാൻ പോലും പേടിയല്ല, അതൊരു തെറ്റാണെന്ന് ഞാൻ. അപ്പൊ അടുത്ത മാസം ഇങ്ങനെ ഞായറാഴ്ച ഞാൻ ശനി ഞായറെല്ലാം എഴുതി കൊടുക്കും. ഞാൻ ശനി ഞായർ കാരനാണെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവര് എന്നോട് ചോദിക്കാറൊന്നുമില്ല, ശനി ഞായറാണ് ഇടുകയാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് ആകെ വരുന്നത് ശനി ഞായറും. അപ്പൊ പിന്നെ അന്ന് നീ വരില്ല രീതി തന്നെ നോക്കും. അതാണ് ഞായറാഴ്ച പ്രോഗ്രാമിന് വരാൻ പറ്റാത്തത്. പിന്നെ ഇന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഈ അമലിന്റെ ജീവിതവും എനിക്ക് സുജിത്തിന് കുറച്ച് പറയാനുണ്ടാവും. കാരണം സുജിത്ത് എഹിമ എന്ന സ്ഥലത്ത് അവിടെ പെട്ടുപോയി, ഇതേപോലെ ഒന്നുമില്ലാതെ എന്തോ പ്രാന്തായിട്ട് ഇവിടെ എത്തിയ ആൾക്കാരെ കണ്ടപ്പോൾ അത്രയും സന്തോഷപൂർവ്വം ഫസ്റ്റ് ക്രിസ്മസിന് വന്നപ്പോഴുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും കാണാമായിരുന്നു. അതായത് നമ്മൾ മുഖത്ത് കാണാമായിരുന്നു. അപ്പൊ ആ ഒരു ലൈഫും ഇപ്പൊ ഈ അമല് പറഞ്ഞ ഇത്രയും നാള് നമ്മളൊക്കെ പരിചയപ്പെടാതെ നടന്ന ലൈഫും അതിൽ എന്താണ് നിനക്ക് സിമിലർ, അതായത് ഒരേപോലെ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും വിചാരിച്ചോളൂ ഇപ്പൊ. അതായത് ഈ പറഞ്ഞ പോലെ ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്കാർ പോലും ഇല്ല, അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു 6 വർഷം ഇപ്പൊ ജപ്പാനിലെത്തിയിട്ട് അവിടെ ഒരു കമ്പനിയിൽ പെട്ടിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്ത്യക്കാരായിട്ട് തന്നെ. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷനോ ഇങ്ങനത്തെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. എനിക്ക് ആളുടെ കൃതികളൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും എനിക്ക് തോന്നുന്നത്. പക്ഷെ വളരെ ജാപ്പനീസ് ഭാഷ അത്യാവശ്യം വശമുണ്ടോ? എങ്ങനെയാണ് ഇപ്പോ അവരുടെ ഓരോ ബാക്കിയുള്ളവരോടുള്ള ഒരു അതെടുക്കും, ഇതവിടെ വെക്കും, അതങ്ങോട്ട് വെക്കും, അവിടെ ഇങ്ങനെ ചെയ്യും, അങ്ങനെ അതറിയാം, അതോക്കെ അതിപ്പോ പിടികിട്ടല്ലേ. അപ്പൊ ഹായ് ഹായ് എന്ന് പറഞ്ഞാൽ ബാക്കി പിന്നെ വീട്ടിൽ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ആയി പോയി. കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് ജപ്പാനീസ് മിക്സ് ആയിട്ടുള്ളത് കൊണ്ട് ഇത് കറക്റ്റ് ആണോ എനിക്ക് അറിയാൻ വയ്യ. പുറത്താണ് സംസാരിക്കുന്നില്ല, അതാണ്. ഞാനിപ്പോ എനിക്ക് ഭാഷ അധികം വശമുണ്ട്. വന്ന സമയത്ത് മലയാളികളും ഇല്ല, ആരും ഇല്ല. അപ്പോ ഇങ്ങനെ നമ്മള് അവരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോ നമ്മുടെ ഒബ്സർവേഷൻ കേപ്പബിലിറ്റി കുറച്ച് കൂടും. ആക്ച്വലി നമുക്ക് പറയാനുണ്ട്, അവർ കാണിക്കുന്നത് എന്താ അതിനനുസരിച്ച് നമുക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോ എനിക്ക് ഉള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഒബ്സർവേഷൻ ഉള്ള ഭയങ്കര ഒരു കഴിവാണെന്ന് തോന്നുന്നു. പിന്നെ സ്കൂളിൽ 2 വർഷം പഠിച്ചു. അപ്പൊ അതില് അവര് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈറാർക്കി ഇംഗ്ലീഷ് ജപ്പാനീസ് ആണ് പഠിപ്പിക്കുന്നത് അല്ലേ. അതായത് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ബോസിനെ പറ്റി വേറെ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാവൂ. സാധാരണ നമ്മൾ പറയുന്ന അത് പറയാൻ പാടില്ല. പക്ഷെ അതെനിക്ക് ഒട്ടും പിടിയിട്ടില്ല. വെറുതെ സാധനം അത് പറയില്ല. അല്ലെങ്കിൽ ബോസ് അടുത്തേക്ക് വന്നാൽ ഇയാൾ അവിടെ പോയി ഇവിടെ പോയി പറയുന്നത്. അപ്പൊ അത് അയാൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല.
അവന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ചോദിക്കണം തോന്നുന്നൊരു ചോദ്യം ഇതിൽ ചോദിച്ചിട്ട് ചോദിക്കുകയാണ്. അവന് സംസാരിക്കുമ്പോൾ ഭയങ്കര സാധാരണക്കാരനായി സംസാരിക്കും. ഇവിടെ ഇരിക്കാൻ എല്ലാവരും അങ്ങനെ ഇവിടെ നമ്മളൊരു ചെറിയ കാര്യം ചെയ്തിട്ടോ ഒരു വലിയ ആളാണ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരു താല്പര്യം അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇന്റർവ്യൂ ഡിഫറെന്റ് ആണ്. പക്ഷേ ചോദ്യമല്ല എന്റെ ചോദ്യം. പക്ഷെ അമലിന്റെ ബുക്ക് ഞാനധികം വായിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ ജസ്റ്റ് വീട്ടിൽ ബുക്ക് കിടന്നപ്പോൾ ഞാൻ ജസ്റ്റ് മറിച്ച് നോക്കി വായിക്കാൻ ഇൻട്രസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. കാരണം അതിന്റെ ഡെപ്തും ബ്രെഡ്ത്തും നിങ്ങളുടെ ആ എഴുതുന്ന രീതിയൊക്കെ സത്യം അമ്മയൊക്കെ അതിനെപ്പറ്റി ഭയങ്കര എന്താ പറയുക ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കേൾക്കും. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ പേന എടുക്കുമ്പോൾ വേറൊരു മനുഷ്യനാവുന്നത്, സംസാരിക്കുമ്പോൾ വേറൊരു മനുഷ്യനാവുന്നത്? ഇവിടെ ഇങ്ങനെ എല്ലാവരും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നടക്കുമ്പോൾ വേറെ ഒരാളാവൂലേ, അതുപോലെ ഞാൻ ഇതുപോലെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ സീരിയസ് ആയിട്ട് അതിൽ തന്നെ ചെയ്യും. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ ടെർമെന്ന് പ്രോഗ്രാമിങ്ങും ഇതുപോലെ സോഫ്റ്റ്വെയറും ആർക്കിടെക്ചർ അതിന്റെ ഒരു കാര്യം എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് അറിയാന്നുള്ളത് ഞാൻ അനുഭവമായിട്ടാണ് കാണുന്നത്. എല്ലാരും അതാണ് അതിന് അതിനോടനുബന്ധിച്ച ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എന്റെ ഒരു ബിനു. അപ്പൊ അമ്മലിന്റെ കഥ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ബുക്ക് വായിക്കുന്നുണ്ട്. കൊലപാതകവും മറ്റേത് വ്യസന സമുച്ചയം. അപ്പൊ ആ വ്യസന സമുച്ചയം ഏകദേശം പകുതി എത്തിയപ്പോ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സങ്ങോട്ട് പൊള്ളുന്ന പോലത്തെ ഒത്തിരി അനുഭവങ്ങൾ, വളരെ സാധാരണക്കാര് അനുഭവിക്കുന്ന അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതം വളരെ പച്ചയായിട്ട് വായിക്കുന്ന സമയത്ത് മനസ്സങ്ങളെ നമ്മളത് അനുഭവിക്കുന്ന ഒരു അനുഭവമാണത് ശരിക്കും തോന്നുന്നത്. അപ്പൊ ആ രീതിയിൽ അനുഭവിക്കുന്ന ഒരാൾക്ക്, അനുഭവിച്ച ഒരാൾക്കല്ലേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പൊ അമൽ ഇങ്ങനെ എഴുതാൻ പറ്റിയ രീതിയിൽ അമൽ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് അമലിനെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുന്നത് എന്നൊന്ന് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴാണ് അമൽ എഴുതി തുടങ്ങിയത്, എന്താണ് അതിന്റെ തുടക്കം, എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് എന്നൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ജീവിതം വളരെ എന്താ പറയാ മുകളിൽ നിന്ന് കണ്ട് നോക്കുന്ന ഒരാളെ പോലെ അല്ല ശരിക്കും തോന്നുന്നത്. ശരിക്കും ജീവിതത്തിന്റെ ആ മാംസം അസ്ഥിയൊക്കെ ഇങ്ങനെ എടുത്ത് തൊട്ടറിയുന്ന ഒരു അനുഭവം പോലെ തോന്നുന്നത് വായിക്കുന്ന സമയത്ത്. ഒരു മിനിറ്റ്. അപ്പൊ അമല് പറയുന്നതിന് മുമ്പേ ഞാൻ അമല് എന്നോട് പറഞ്ഞതല്ല, പക്ഷെ ഞാൻ അമലിനെ കുറിച്ച് ഒരു സാഹിത്യ കൗതുകം എന്നുള്ള രൂപത്തിൽ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ് ശരിക്കും എല്ലാ കരിയറിലും. ഇപ്പൊ ഒരുപാട് കരിയർ സ്ട്രീം ഉണ്ടല്ലോ, അതിലൊക്കെ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് പ്രശോഭിക്കുന്ന ആൾക്കാര് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അമലും സാധാരണ ഈ സാഹിത്യകാരന്മാര് അല്ലെങ്കിൽ സാഹിത്യ മേഖലയിലുള്ള ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എഴുതുക. അപ്പൊ നമ്മളൊന്നും അത്ര ഭയങ്കര എഴുത്തൊന്നും അല്ലെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് അമല് ഇപ്പൊ ചെറുപ്പക്കാരി തന്നെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറുപ്പക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട അപ്പൊ മാതൃഭൂമിയുടെ ഒക്കെ കവർ ചിത്രമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അമൽ. അപ്പൊ അമലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടത്, അമല് എന്ത് സംഭവിച്ചാൽ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, മുമ്പത്തെ ജപ്പാനിൽ വന്നതിന് ശേഷം കാര്യം എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അമലിന് ഇതിന് ശേഷം പറയാം. അതായത് അമല് എല്ലാ ദിവസവും എണീറ്റ് ഇത്ര മണിക്കൂർ, അതായത് 2-3 hours തന്നെ മറന്നുപോയി എത്ര മണിക്കൂറാണെന്ന്, എന്തെങ്കിലും എഴുതിയിരിക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാലും നമ്മളിപ്പോ അതുപോലെ ഒരു സംഭവം പാഷൻ ആണ് അതിന്, അത് അങ്ങ് ഫോളോ ചെയ്യാണെങ്കിൽ എന്തും എല്ലാവർക്കും അയച്ചിട്ട്. ഓഫ് കോഴ്സ് പ്രതിഭ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, പക്ഷെ അതിലും കൂടുതൽ പ്രതിഭയും പിന്നെ ഹാർഡ് വർക്കും. അല്ലാണ്ട് നമ്മൾ വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു യുവ കഥാകൃത്തുക്കളില് അമൽ ഇത്രയും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം അതാണ്. അത് അമലിന്റെ പ്രായം കൂടി അത് വെച്ച് നോക്കുമ്പോഴാണ് തോന്നുന്നത് ഈ പ്രായത്തിലൊന്നും അനുഭവങ്ങളുടെ അങ്ങനെ എഴുതുന്നുണ്ടോ. അമല് മറുപടി പറയുന്നത് ഞാൻ ഒന്ന് കുറിച്ച് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായത്തില് നമ്മളിപ്പം ഒരു കൃതി ഇപ്പൊ അമലിന്റെ ആരുടെയും കൃതി ആയിക്കോട്ടെ, നമുക്ക് വെറുതെ ഒരു ശൂന്യസ്ഥാനത്ത് നിന്ന് അത് വിശകലനം ചെയ്യുക. ഇപ്പോ സുഹൃത്ത് പറഞ്ഞ പോലെ ബിനു പറഞ്ഞ പോലെ അത് ഇപ്പം ബിനുവിന്റെ അഭിപ്രായം പറയാം, അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇതുവരെയുള്ള വായന ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വായനയൊക്കെ ഒരു കൃതിയുടെ ഒരു വിശകലനത്തെ വളരെയധികം ബാധിക്കില്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ
ഞാനിപ്പോ ഒരു നല്ലതാണോ ചീത്തയാണോ എന്നതും നമ്മുടെ ഒരു അനുഭവം, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വേറെ വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പുസ്തകം വളരെ നല്ലതാണോ ചീത്തയാണെന്നൊക്കെ അതൊക്കെ വളരെ ഒരു ഉപരിപ്ലവം, ഒരു സൂപ്പർ. പക്ഷെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളോട് ഇപ്പൊ അജയ് സാർ നേരത്തെ പറഞ്ഞു ഇത് വായിക്കുമ്പോ നമുക്ക് ഒരു പെടച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അനുഭവങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണെങ്കിൽ അപ്പൊ ചിലപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആരെങ്കിലും മരിച്ചു വീട്ടിലും കേട്ടൊന്നും തോന്നില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ നമ്മുടെ ഫാദറിന്റെ അതേ പ്രായമുള്ള ഒരു അങ്കിൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോ നമുക്ക് വേറൊരു ഫീലാണ്. അപ്പൊ അത് നമ്മളോട് എത്രത്തോളം നമ്മളുമായിട്ട് അതിന് താതാത്മ്യം ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് ഓരോ വായനയും നടക്കുന്നത്. അമ്മയോട് എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഈ സാഹിത്യത്തിലേക്ക് അമ്മല് ഈ നിലയിലേക്ക് എത്താനായിട്ട് അമ്മനെ സഹായിച്ച കാര്യങ്ങളെ കുറിച്ച് വീട്ടിലേതെങ്കിലും എഴുത്തുകാരുണ്ടായിരുന്നോ? ചെറുപ്പത്തിലെ സാഹിത്യത്തിലേക്കുള്ള ഒരു അഭികാമ്യം വരുത്താനുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാവരും ഇതുപോലെ എഴുത്തുകാരാകത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാനുണ്ടോ? പറയാനുണ്ട്. പിന്നെ ഇപ്പൊ അജയ് സാറും നാസ് സാറും പറഞ്ഞ പോലെ പ്രതിഭ, പിന്നെ അതുപോലെ ഈ ജീവിതം എക്സ്പീരിയൻസ്, പിന്നെ എല്ലാ മനുഷ്യരുടെയും ജീവിതമായിട്ട് ഒരു സാമ്യം തോന്നുമ്പോഴാണ് അതിന് കൂടുതൽ ഒരു സ്വീകാര്യം കിട്ടുന്നത്. അതൊക്കെ സാഹിത്യത്തിന്റെ ഒരു ഇതാണ്. സാഹിത്യത്തിന് ഇപ്പൊ സിനിമയ്ക്കാണ്. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ ഏത് പറയുകാരും സാഹിത്യത്തിന് എല്ലാവരും ഒരു പ്രാമുഖ്യം കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് മറ്റുള്ളവരുടെ ജീവിതം അതിലിങ്ങനെ വായിക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടേതാണെന്ന് തോന്നുമ്പോഴാണ് അതിന് കൂടുതൽ ഇത് തോന്നുന്നത്, ഒരു വാല്യൂ തോന്നുന്നത്. പക്ഷെ ഞാൻ കോളേജിൽ ഇങ്ങനെ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇതാണ്. അത് ഇതിൽ നിന്ന് യാതൊരു പ്രാധാന്യമുള്ളതൊന്നുമല്ല. കുട്ടികളെ പറ്റിയിട്ടാണ് പഠിച്ചത്. ചൈൽഡ് ആർത്തകമായ ഒരു പേപ്പർ പഠിക്കാണ്ടായിരുന്നു ഞാൻ MA പഠിക്കുമ്പോഴേ. അത് നമ്മൾ മോണ്ടിസോറിനെ കേട്ടില്ലേ, മോണ്ടിസോറി സ്കൂള്, ഒരു സിസ്റ്റേഴ്സ് അതൊക്കെ യൂറോപ്പിലേക്കോ ജർമ്മനിയിലേക്കോ വലിയ കുട്ടികളെ പറ്റി പഠിച്ച ആൾക്കാരുടെ പേരാണ്. അപ്പൊ അവർ പഠിച്ച പുസ്തകങ്ങളാണ് ഈ ചൈൽഡ് ആർത്തകത്തിൽ. അപ്പൊ അതിൽ അവർ ഭയങ്കര കണ്ടെത്തലാണ്. പ്രതിഭ അങ്ങനെ യാതൊന്നുമില്ല ഈ ലോകത്ത്. കുട്ടികളെ നിരീക്ഷിച്ചാൽ തന്നെ അതെല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് എനിക്കിപ്പോ ജപ്പാനീസ് പറയാനുള്ളത് പേടിയാണ്. ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പ് പറയുമ്പോഴത് തെറ്റാണോ, ഇംഗ്ലീഷാണെങ്കിൽ തന്നെ അതാണ് എന്റെ പേടി. പക്ഷെ നമ്മൾ കുട്ടികളെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേടിയില്ല. അവരെ നിരീക്ഷിച്ചാൽ തന്നെ അറിയാം. നാലും കൊച്ചു കുട്ടികളെ തന്നെ ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര പ്രതിഭയായിട്ട് കാണുന്ന എല്ലാ ആർട്ടും, സ്പോർട്സും, ആക്ടിങ്ങും, പാട്ടും, വരപ്പും, അത് പ്രത്യേകിച്ച് അതും ഇപ്പൊ സ്റ്റിക്ക് ഫിഗറൊക്കെ വരച്ചിട്ട് അച്ഛനും അമ്മയാണ്, മന്ത്രിയാണ് എല്ലാം പറയും. അതുപോലെ പാടും, അതുപോലെ ഡാൻസ് കളിക്കും, കരാട്ടെ, അടി, സ്റ്റണ്ട്, അതുപോലെ നാടകം കളിക്കും, ഏത് ആക്ടിവിറ്റിയും ചെയ്യും. പ്രസംഗിക്കും, ഓടും, പിന്നെ നീന്താൻ അറിഞ്ഞണമെങ്കിൽ അവർക്ക് ബക്കറ്റിൽ വളർത്തി ചാടും, എല്ലാം ചെയ്യും. അപ്പൊ പക്ഷെ കുറച്ച് ഒരു 7-8 വയസ്സ് വരെ ഇതിന്റെ ഒരു പല ഡെവലപ്മെന്റ് സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോഴെല്ലാം ഇതുണ്ടാവും. പക്ഷെ വീട്ടുകാരെ അതിനെ ശ്രദ്ധിക്കാനും പോകില്ല. ചിലര് മാത്രം അതിനെ ഇങ്ങനെ ഒരു ഏരിയ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. എന്നാലും പിള്ളേരെല്ലാം ചെയ്യും. 10-11 വയസ്സ് വരെ ഇത് ചെയ്യും. അപ്പൊ എല്ലാ ഏരിയയിലും അവർ കയറും. അതാണ് നമ്മൾ ഈ പ്രതിഭ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ 12 വയസ്സൊക്കെ ആകുമ്പോഴും അവിടെ ഈ അഡോളസൻസ്, ടീനേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയം വരെ പെട്ടെന്ന് ഈ പറഞ്ഞ എല്ലാം കൈകാര്യം ചെയ്യുന്ന അവര് അത് നിർത്തും. പകരം ഈ പറഞ്ഞ സൊസൈറ്റി ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കും. അവിടെയാണ് ഇത്. പിന്നെ പ്രതിഭ എന്ന് പറയുന്നത് നമ്മൾ വലിയ കാര്യത്തിൽ കാണുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം വീട്ടുകാരെ നിർബന്ധം കൊണ്ടാ അല്ലെങ്കിൽ ഇവരെ താല്പര്യം കൊണ്ടാ മാത്രം നിൽക്കും. ചിലരത് പഠിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലായിരിക്കും. അതുപോലെ പിന്നീട് അത് 10 വർഷം, അത് 10 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയാണ് അത് പഠിക്കുന്നത്.
പിന്നെ 2 വർഷം അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സിലൊക്കെ പോയിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ PhD വരെ പഠിക്കുന്നതിന് അങ്ങനെയാണ് പറയുന്നത്. എല്ലാ വിഷയവും ഇതുപോലെ കൈവച്ച് എല്ലാത്തിനും ചിതറി പോയിട്ട് പിന്നെ ഏതെങ്കിലും വിഷയം എടുത്ത് BAയോ BSCയോ പിന്നെ അതിൽ നിന്ന് 2 വർഷം പിന്നെയും സ്പെഷ്യലൈസ് ചെയ്തു. PhD ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിസർച്ചാണ്. ആരെങ്കിലും ചെയ്ത അത് ഒരു വിഷയം ഒരു പോയിന്റിലേക്കാണ് വേണ്ടി ചെന്ന് ചേരുന്നത്. അത് റിസർച്ച് ചെയ്യാൻ വേണ്ടി 4-5 വർഷം ചിലവഴിക്കുന്നത് എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. അതിപ്പോഴേക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരേ ഒരു ഏരിയയിലേക്ക് ആ കുട്ടി അതിൽ എത്തിപ്പെടും. അതിൽ അയാൾ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ചുറ്റും കാണുന്നവരും ചെയ്യാൻ പറ്റാതെ പോയവരും ഒക്കെ അയാൾക്ക് പ്രതിഭയുണ്ട്, അയാൾ ആ ഏരിയയിൽ വിദഗ്ധനാണ്. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നില്ലേ. സ്വാഭാവികമായിട്ട് അത് ഇത്രയും വർഷം ആ ഏരിയയിൽ ജീവിച്ചത് കൊണ്ട് അതിൽ എത്തി. പക്ഷേ അതുകൊണ്ടാണ് ഇവര് പക്ഷെ വായിക്കും, സിനിമ കാണും, ഇപ്പോൾ പൊളിറ്റിക്സിൽ ഭയങ്കര താല്പര്യം കാണിക്കും. കാരണം അത് ഉള്ളിലുണ്ട്, പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ അവരത് അൺകോൺഷ്യസ്ലി ഇത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് മറ്റേ എഴുത്താരും ഈ സിനിമാക്കാരും ഒക്കെ നിൽക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ വലിയൊരു വിഭാഗമാണ് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ കാണാൻ ആളില്ലെങ്കിൽ ഇവരാരും ചെയ്യില്ല. സിനിമ കാണാൻ ഇത്രയും ആൾക്കാരുള്ളത് എല്ലാ ഏരിയ അത് കാണിക്കുന്നുകൊണ്ടാണ്. ജീവിത സകല കാര്യങ്ങൾ അത് കാണിക്കും. അപ്പൊ അത്രയും ജീവിതത്തോട് റിലേറ്റ് ചെയ്യും. അപ്പൊ ആ സിനിമയിൽ ഇറങ്ങി ജീവിതം കാണാൻ ആർക്കും തയ്യാറില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും ആൾക്കാർ അതിൽ പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രം ഇറങ്ങി ലൈഫ് കളഞ്ഞ് കൂടെ നിൽക്കുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. അപ്പൊ നമ്മൾ അവർ സ്റ്റാറാണ്, അവര് ഭയങ്കര പ്രതിഭയാണെന്നൊക്കെ പറയുന്നതാണ്. ഡയറക്ടർ അത് നമുക്കറിയാലോ, കലാപ്രതിഭ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ 16 വയസ്സ് 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഭീകര നായികമാരാക്കി മാറ്റുന്നതാണ്. അവരെ അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരെ നമ്മൾ നോക്കി ഭയങ്കര പ്രതിഭ, എന്റെ അമ്മയെ ഭയങ്കര ആക്ടിങ് എന്നൊക്കെ പറയും. അതുപോലെ എഴുത്തെന്ന് പറയുന്നതും ഒരു പരിധി വരെ നമ്മൾ സ്കൂളിൽ 17 വയസ്സ് വരെ ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അതും ഈ സാഹിത്യ കൃതികളാണ് നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് 13 വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഒരു ലിറ്ററേച്ചർ എഴുത്താറുണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ മലയാള ഉപപാഠ പുസ്തകം ഉണ്ടായിരുന്നു. അതിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ബഷീറിന്റെ കഥ, ബഷീറിന്റെ ഇത്. പിന്നെ 9ാം ക്ലാസ്സിൽ നല്ല ഗംഭീര ഒരു ഉപപാഠ പുസ്തകം ഉണ്ടായിരുന്നു. അത് പഠിച്ച ആളുകളുണ്ടെന്ന് അറിയാൻ. അതിൽ ഈ പറഞ്ഞ കേരളത്തിലുള്ള എല്ലാ എഴുത്താരെയും ഓരോ കഥ വെച്ചിട്ടുണ്ടായിരുന്നു. ദീനാമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ പേര് വെച്ച് കളിയാക്കി വെച്ചിരുന്നു പിള്ളേരെ. പിന്നെ ബഷീറിന്റെ 10 ആടും ഒരു മനുഷ്യനൊക്കെ പഠിച്ചപ്പോഴാണ് ആദ്യം ഇങ്ങനെയൊക്കെ ആണ് സാഹിത്യത്തെ അറിയുന്നത് സത്യം പറയാൻ. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് ഒരു താല്പര്യം. അതിന് കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഭയങ്കര സാഹിത്യത്തിൽ സഹായിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിന്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും കൂടുതൽ അതിലേക്ക് ശ്രദ്ധിച്ചത്. പിന്നെ പറഞ്ഞ പോലെ നസീദാരൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ആണ് ഒരു പരിധിവരെ. എല്ലാം എല്ലാരും വേറെ ഒരു ഏരിയയിൽ വായിക്കുമ്പോൾ നമ്മൾ ലിറ്ററേച്ചർ മാത്രം വായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ സമൂഹ അന്തരീക്ഷം നോക്കിയാൽ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കല വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് അല്ലെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, മറ്റു പുരോഗമന ചിന്താഗതികളായിക്കോട്ടെ, ഒരു കാലത്തില് കലാകാരന്മാർ കേരളീയ സമൂഹത്തെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഞാനിപ്പോ എനിക്കൊന്ന് 2 വർഷം മുന്നേ ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ വീട്ടില് മാറാല പൂക്കുന്ന ചൂല് കൊണ്ട് ഒരു ബംഗാളി വന്നു. അപ്പൊ ഞാൻ അവനോട് സംസാരിച്ചു. അവൻ എന്റെ വലിയ വീടാണ്, ചോക്കുള്ളത് പറഞ്ഞപ്പോ അവനോട് ചമ്മല. അപ്പൊ ഞാൻ നന്നായി സംസാരിച്ചു. അവൻ MA ഇംഗ്ലീഷാണ്. അവൻ ചൂല് കാണാൻ വന്നില്ല നാട്ടിൽ മനസ്സിലായി. അപ്പൊ നമ്മുടെ മലയാളികൾക്ക് അവരുടെ പുച്ഛമാണ്. ഇടക്കാലത്ത് വാട്സാപ്പിൽ കണ്ടിരുന്നു നമ്മൾ എപ്പോഴും പാവപ്പെട്ട് ജീവിക്കാൻ വേണ്ടി വന്നവർ, അവൻ കള്ളനാണ്, അവനെ സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഭയങ്കരമായ ഒരു മെസ്സേജസ് ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അങ്ങനെ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ച കലക്ക് ഇന്നത്തെ പൊങ്ങച്ചം കൂടിയ മലയാള സമൂഹത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തുള്ള കലാകാരന്മാർക്ക്
കേരളീയ സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. അമലിന്റെ കാഴ്ചപ്പാട് പറ്റുന്നുണ്ടോ? അതോ ഉണ്ടെങ്കിൽ ഏത് വിധത്തിലാണ്? അത് മുമ്പ് കല സമൂഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇന്നത്തെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസം അന്ന് കേരളത്തിൽ ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ പറഞ്ഞ കേരളത്തിൽ ഒരു നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ഏറ്റവും 1932 ഒക്കെ ആ സമയത്തൊക്കെയാണ് അമ്പലത്തിലൊക്കെ ആൾക്കാരെ കയറ്റി തുടങ്ങുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് ശേഷവും സ്കൂളുകളും അതുപോലെയൊക്കെ വ്യാപിപ്പിക്കാനൊക്കെ എത്രയോ വർഷം എടുത്തു കേരളത്തിൽ. അപ്പൊ ആൾക്കാര് ഇപ്പൊ മുമ്പും ഇപ്പൊ ക്രിസ്ത്യാനിറ്റി തന്നെ യൂറോപ്പിലൊക്കെ വളർന്നത് ഈ പെയിന്റിങ് ചിത്രകല കൊണ്ടാണ്. ഇപ്പൊ ഇൻക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞ യൂറോപ്പിലൊക്കെ വലിയ ഒരു സംഭവം ഉണ്ടായ സമയത്തും പിന്നെ പ്രൊട്ടസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിപ്പോയ സമയത്തൊക്കെ നമ്മൾ ചരിത്രത്തിലെ വായിച്ച പോപ്പ് തന്നെ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാരോട് ഏറ്റവും തീവ്രമായിട്ട് ഭക്തിയൊക്കെ കാണുന്ന ആൾക്കാരിലേക്ക് വരുന്ന രീതിയിൽ പെയിന്റിങ് എല്ലാ ആൾക്കാരിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പെയിന്റേഴ്സ് ഇപ്പൊ ഇവൻ ഡാവിഞ്ചിയും അതുപോലെ മൈക്കലാഞ്ചലോ കരവാഞ്ചോ എല്ലാവരും ആ ഒരു സമയത്ത് ചെയ്ത ആ പെയിന്റിങ് കണ്ടിട്ടാണ് ആൾക്കാർ ഈ പറഞ്ഞ കഥകളും ബൈബിളിന്റെ ഉള്ളിലുള്ള മുഹൂർത്തങ്ങളൊക്കെ പറയുന്നത്. കാരണം അന്ന് അത് അച്ചടിയില്ല, കയ്യെഴുത്ത് ബൈബിളാണ്. അതിന്റെ വേറെ വേർഷനാണ് ഞാൻ പറയുന്നത്. സ്കൂളും വിദ്യാഭ്യാസവും എല്ലാവർക്കും പുസ്തകവും വായിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്താണ് നാടകത്തിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസം വളർന്നതും ഗാനങ്ങളിലൂടെ ആൾക്കാർ കവിതകൾ അറിയുന്നത്. കുമാരനാശാന്റെ MD ഒക്കെ എത്രയോ കിലോമീറ്റർ നടന്നു പോയിട്ട് എഴുതിയെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് ആയിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്താണ് വായിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. അത് MD-യുടെ ടൈമിൽ. അപ്പോഴേപോലെ അതിന്റെ സൂചിപ്പിക്കുന്ന അച്ചടി പുസ്തകങ്ങളൊന്നും എല്ലാ സ്ഥലത്തൊന്നും ഇല്ലാന്നാണ്. അവിടെയാണ് കല സഹായിച്ചത്. പിന്നീട് സിനിമയാണ് ഏറ്റെടുത്തത്. അപ്പൊ കേരളത്തിന് അങ്ങനെ ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ട് സാഹിത്യത്തോട് എപ്പോഴും വളരെ ഒരു താല്പര്യമുണ്ട്. സാഹിത്യകാരന്മാര് സമൂഹത്തിൽ എല്ലാത്തിനും ഉത്തരം പറയണമെന്നൊക്കെ ഒരു ഇതുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏത് വിഷയം വന്നാലും സാഹിത്യകാരന്മാരുടെ അഭിപ്രായം അറിയണമെന്നൊക്കെ ഒരു നിർബന്ധമുള്ളവർ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. അവരും സാധാരണ ആൾക്കാർ തന്നെയാണ്. പിന്നെ അല്ലെന്നല്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസവും അതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമൊക്കെയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. പിന്നെ വിദ്യാഭ്യാസവും അതുപോലെ തിരിച്ചറിവെന്ന് പറഞ്ഞിട്ട് അതാണ് ഈ പറഞ്ഞതിൽ എനിക്ക് തോന്നിയത്. അത് രണ്ടാണ്. അപ്പൊ നമ്മൾ എത്ര വിദ്യാഭ്യാസം PhD എടുത്തു കഴിഞ്ഞാലും ഒരു വിദ്യാസമ്പന്നമായ ബംഗാളി വരുമ്പോഴും വിവേചനം കാണിക്കുന്നത് അത് വിദ്യാഭ്യാസത്തിന്റെ ഇതും കലയുടെ ഇതൊന്നുമല്ല. അത് ആ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ടാണ്. ആ ഒരു സഹജീവിയോട് കാണിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇത് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അത് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അത് സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. കേരളം ആ രീതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ബംഗാളി കലാപകാരൻ നോവൽ എഴുതിയപ്പോൾ ഈ തൊഴിലാളികളായിട്ടാണ് എഴുതുക. അപ്പോൾ ഒരുപാട് വർഷം നിരീക്ഷിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് മുഖത്തോട് നോക്കാത്തൊരവസ്ഥ ഉള്ളതായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഇവര് വരുമ്പോൾ അവരെ മുഖത്തോട് നോക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരിതുണ്ട്. അതെല്ലാം സിനിമയും പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതുണ്ട്. കാരണം ഇവരെല്ലാം കള്ളന്മാരാണ്. മുമ്പുണ്ട്, ഇതിനു മുമ്പ് തമിഴന്മാരായിരുന്നു അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ളത്. ഒട്ടര അവരിങ്ങനെ വന്നിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാൽ കുട്ടിക്കാലത്തെ പഠിപ്പിക്കും കുട്ടികളെ. പിന്നെ അവര് വരുന്ന ജോലി നമുക്കറിയാം എന്തിനാണ്. ഇപ്പോഴും മാല ഒഴിച്ചു വരയ്ക്കാനൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അത് നേരിടുന്നത് ബംഗാളികളാണ്. ആ രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒരു ഉന്നമനം മാനുഷിക ഇത് നൽകുന്നില്ലെങ്കിൽ അതിന്റെ പ്രശ്നമാണ്. കലയ്ക്കൊന്നും അവിടെ യാതൊരു സ്ഥാനമില്ല. അത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പൊ ചിത്രകലയിലോ സാഹിത്യമോ അപ്പൊ എല്ലാരും വായിക്കണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു പുസ്തകമൊക്കെ 1000, 2000, 5000, 10000 അങ്ങനെ കോപ്പികളാണ്. അത് വായിക്കുന്ന ആൾക്കാരാണ് ഇതിലുള്ള കാര്യങ്ങൾ അറിയുന്നത്. അത് പറഞ്ഞു കേട്ട് ലൈബ്രറിയിൽ. പക്ഷെ ഒരു സിനിമ കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. 3 കോടി പേരുണ്ട്. ഞാൻ ഒരു സിനിമ ഞാൻ കാണാറുള്ളൂ മലയാളം.
ഇന്നലെ ഓപ്പറേഷൻ ജാവ വന്നിട്ടുണ്ട്. അത് എവിടെ വരെ കാണും? അല്ല, അപ്പൊ അതായത് പക്ഷെ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അതിൽ ഈ പറഞ്ഞ ഇരയാക്കി കാണിക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാര സിനിമയിൽ എപ്പോഴും വില്ലൻ നായകൻ വില്ലൻ ഇത് മാത്രമേ ഉള്ളൂ. അത് ഒരു തരത്തിൽ നല്ലതാണ്. ഇപ്പൊ സിനിമ ജയിച്ച് നന്മ വിജയിക്കുന്നതാണ് എല്ലാ കൊമേഴ്ഷ്യൽ സിനിമയും കാണിക്കുന്നത്. പക്ഷെ അതിലും ബംഗാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാർ, തമിഴന്മാർ, അവരെയൊക്കെ ഈ പറഞ്ഞ കള്ളന്മാരായിട്ട് ഇങ്ങോട്ട് വന്ന് തട്ടിക്കൊണ്ടുപോകുന്നവർ അങ്ങനെ തന്നെയാണ് കൂടുതൽ ചിത്രീകരിക്കുന്നത്. അല്ലാതെ ഇവരുടെ ഒരു നന്മ അല്ലെങ്കിൽ ഇവർ കേരളത്തിനെ സഹായിക്കുന്നു, ഇവിടെ ചെയ്യാൻ പറ്റാൻ ജോലി ചെയ്ത് അങ്ങനെയൊന്നും ഉയർത്തി കാണിച്ച സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ ഓപ്പറേഷൻ ജാവ വരെയുള്ള ഒരുപാട് സിനിമകൾ. അതിന് തുടക്കം വരുന്നത് ഈ അടുത്ത കാലത്തുനിന്നുള്ള സിനിമ ആണ്. മുരളി ഗോപി എഴുതി ആ സമയത്തൊക്കെയാണ് ബംഗാളി 2011-12 സമയം, അങ്ങനല്ല 15-16 ഇവരുടെ ഒരു ഒഴുക്ക് വരുന്നത്. അപ്പോഴേ വന്ന സിനിമയാണ് ഈ അടുത്ത കാലത്ത്. അതിൽ ഈ ബംഗാൾ തൊഴിലാളി ഇവിടെ കുട്ടപ്പന നടത്തുന്നതും മോഷ്ടിക്കുന്നതും സ്ത്രീകളെ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് കാണിച്ചത്. അന്നേ ഇത് ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് സിനിമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എത്തുന്നത്. കലാരൂപം സാഹിത്യത്തിൽ ഇപ്പം ബംഗാൾ ഭാവങ്ങളാണെന്നവരാണെങ്കിൽ ആരും വായിക്കണം, ആരും അറിയില്ല. അമലിന്റെ ബംഗാളി കലാപത്തില് ഈ കലാപം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ കോളനിയിലെ ആൾക്കാർ, മുമ്പിൽ താമസിക്കുന്ന പണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലുള്ള ആൾക്കാർ അല്ലേ, ബംഗാളികളും എല്ലാം കൂടി കലാപം നടക്കുന്നുണ്ട്. ആ കലാപത്തിൽ വളരെ അമല എഴുതിയിട്ടുള്ള ഓരോ വാക്കുകളും വായിക്കുകയാണെങ്കിൽ ശരിക്കും ആ സീൻ നമുക്ക് മുന്നിൽ കാണാൻ പറ്റും. ശരിക്കും അമല കലാപം കണ്ട മാതിരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും നേരിട്ട് കലാപം കടക്കുന്നത്. പക്ഷെ അതിനുശേഷം ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവം കേരളം നടന്നു. അതാണ് ആ ഒരു പോയിന്റ്. അല്ല, കഥയാണത്. അവര് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ബംഗാളികള് കേരളത്തിൽ കലാപം നടക്കുന്നത്. നമ്മുടെ ആരും ശ്രദ്ധിക്കാതെ ഒരു സംഭവമായിരിക്കും. കൃതികളെ കുറിച്ച് നമുക്ക് കോഫി ബ്രേക്കിന് ശേഷം വിശദമായി സംസാരിക്കാം. അപ്പൊ ഇവിടെ പോയിന്റ് ഒരു കാര്യമുണ്ട്. ഒരുപാട് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അല്ല അതെ ഈ സിനിമ എന്ന് കേട്ടിട്ട് ഷൈൻ എന്ന് ചോദിക്കണ്ട്. എനിക്ക് ചോദിക്കാല്ലേ, എനിക്കൊരു ഹലോ. അതല്ല, ഞാന് ഇതുപോലെ 16 വർഷം മുമ്പ് ആദ്യം ജപ്പാനിൽ വന്ന ആളാണ്. അപ്പം ഇവിടെ പിടിച്ചേക്കാൻ പറ്റാണ്ട് പോയ ഒരാളാണ്. അപ്പം എന്തുകൊണ്ടാണ് പിടിച്ചേക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയായിരുന്നു എന്നുള്ള റീസണാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ കിനിയസാനാണ് വായിച്ചത്. ആദ്യത്തെ ബുക്കുണ്ടല്ലോ ഇനു എന്ന് പറയുന്ന ബുക്ക്, സ്റ്റോറി. അതിൽ അമൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഒരു സ്ട്രീറ്റിൽ കൂടെ വാക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകൾ, ഒരു പുറം നാട്ടിൽ നിന്നുള്ള ഒരാൾ ഒരു കൗതുകത്തോടുകൂടി കാണുന്ന കാഴ്ചകളൊക്കെ ശരിക്കും ഞാനും അനുഭവിച്ചു. ഒരു പക്ഷേ എല്ലാവരും ആദ്യമായിട്ട് തനിയെ ജപ്പാനിൽ നിന്ന് എല്ലാവരും അനുഭവിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വ്ളോഗ്, ഒരു ട്രാവൽ വ്ളോഗ് കാണുന്ന പോലെ നമുക്ക് റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണ് നമ്മളത് പറയുമ്പോൾ. അപ്പോൾ അതിന് ഒരു ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ യു ആർ ഡൂയിങ് ഇറ്റ്, ബട്ട് ഒരു ശരിക്കും കാണുമായിരുന്നു ഞാനവിടെ. അപ്പം ട്രെയിൻ ട്രാവൽ ചെയ്യിച്ച് എന്നെ ബാക്കിലോട്ട് കൊണ്ടുപോയി. ഞാൻ സ്വയം ചോദിച്ചൊരു ചോദ്യം അതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഏകാന്തതയാണോ നിശബ്ദതയാണോ നിന്റെ പ്രശ്നമെന്ന്. എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അത് കുറേ തവണ ഞാനും സ്വയം ചോദിച്ചിട്ടുണ്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ട്. സോ അങ്ങനത്തെ ഒരു വിഷ്വലൈസേഷൻ കാണിച്ചു തന്നു. ബിക്കോസ് ഒരു മൂവി ലവർ ആയതുകൊണ്ടായിരിക്കാം ശരിക്കും അങ്ങനെ കാണിക്കാൻ പറ്റിയതിൽ യു ആർ ലൈക്ക് നിങ്ങൾ ശരിക്കും വണങ്ങാണ്ട് പറ്റത്തില്ല. അല്ല, ഒരു ഷോർട്ട് ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നൊക്കെ രീതിയിൽ ഇപ്പൊ അമലിന്റെ കഥകളൊക്കെ വായിച്ചിട്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമകാലിക ഇതിലോട്ട് കറക്റ്റ്ലി ഇഴുകിച്ചേരാൻ പറ്റിയ കഥകളാണോ? അതായത് അമൽ പറഞ്ഞ പോലെ പരമാവധി ആളുകളിൽ എത്തുന്നത് സിനിമകളിലൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഷൈന്റെ ഒരു വ്യൂ പോയിന്റ് ഒരു ഇതില്? അതിനകത്ത് ഇപ്പൊ പറയുമ്പോ അമലിന്റെ ഒരു സിനിമ അല്ല കഥ ഒരു പിക്ചറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ, ഒരു പക്ഷേ ജിഷാദിനും പറയാൻ പറ്റില്ല, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് എഫർട്ടേ നമുക്ക് വേണ്ടിയുള്ളൂ. കാരണം ബിക്കോസ് യു ആർ ഓൾറെഡി ഡൂയിങ് സോ മച്ച് ഇൻ ദാറ്റ് വൺ. അപ്പം നമ്മളൊരു സ്റ്റോറി ലൈൻ കിട്ടി, അതിനെ പിന്നെ സ്റ്റോറി ബോർഡാക്കി സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സ് ഒരു പരിധിവരെ അമൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പം നമ്മളത് എടുത്ത് നമ്മുടേതായ രീതിയിൽ അത് വിഷ്വലൈസേഷൻ ആക്കേണ്ട ഒരു എഫർട്ട് മാത്രമേ വരുന്നുള്ളൂ. ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന പോലെയാണ് പുള്ളിക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ബുക്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കിനിയാസ മാത്രമേ വായിച്ചിട്ടുള്ളൂ.
അതിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സോ ലൈക്ക് അത് അവരെന്നെ പറയട്ടെ, അവര് അല്ല. സർപ്രൈസ് നമ്മളടുത്ത് പറയും. അപ്പൊ എന്തുകൊണ്ട് ബംഗാളി അല്ല നമുക്കിപ്പോ ചായ അല്ല അമലിന്റെ ബംഗാളി കലാപ സിനിമയാവുന്നുണ്ട്. അല്ല അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ല ഒരു നമ്മള് കോഫി ബ്രേക്ക് പോണതിന്റെ മുന്നേ അപ്പോ ഇത്രയും കാലങ്ങളായി ഇത്രയും അവാർഡുകളും മറ്റേ സാഹിത്യം സംസ്ഥാന സാഹിത്യ ചെറുകഥാ പുരസ്കാരം, അതുപോലെ കേന്ദ്ര സാഹിത്യത്തിന്റെ യുവ സാഹിത്യകാരൻ പുരസ്കാരം, ഇത്രയും ബുക്കുകൾ എഴുതി നമ്മളെ ജപ്പാനിൽ ഇങ്ങനെ ഒരാൾ ഇതുവരെ എത്തിപ്പെട്ടില്ല. മാത്രമല്ല ഒരു PhD നോവൽ PhDക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വ്യസന സമുച്ചയം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ അറിയുന്ന ആ ഒരു വ്യക്തികളോ ഈവൻ കലാകാരന്മാരോ പോലും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല. അപ്പൊ ഇത്രയും നമ്മൾക്ക് തന്നെ ഒരു പ്രൗഡ് നമ്മുടെ നമ്മൾ ജപ്പാനിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജപ്പാനിലാണ് അമൽ ജീവിക്കുന്നത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതായത് ഞാൻ അമലിന്റെ ഈ ഇവന്റിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു നമുക്കൊരു ആ ഒരു ഫീലിംഗ് കറക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഡ്രാഫ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ അപ്പൊ അത് നമുക്ക് തരാൻ വേണ്ടി എപ്പോഴും നമുക്കിനി എല്ലാവരോടും പറയാം. ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയാൽ പറയാം അമൽ ഞങ്ങളുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് പറയുമോ. അപ്പൊ അതിന് നമ്മൾക്ക് നമ്മുടെ കൂട്ടായ്മ അമലിനെ നമ്മൾ സാലി അച്ഛനോട് ഒരു അമലിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടി പറയാണ്. കാരണം സാലി അച്ഛന് കുറച്ച് കഴിഞ്ഞാൽ പോണം. അപ്പോ അതൊന്ന് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ല രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് അല്ല അപ്പൊ രണ്ടുപേർക്ക് സംസാരിക്കും. ഞാൻ സംസാരിക്കുക, അതായത് ഞാൻ നിങ്ങളെല്ലാവരും പോലെ തന്നെയാണ് അവരെ അറിയുന്നതും അതിനെക്കൊണ്ട് പരിചയമുള്ളൂ. ഒരിക്കൽ ഞങ്ങളെ കാണാൻ അവസരം കിട്ടിയ ഭാഗമായിട്ട് തോന്നി. എന്നിട്ട് ആ സമയത്ത് ഞാൻ അവനെ കുറിച്ച് പലതും മനസ്സിലാക്കി. ഒരു 2 മണിക്കൂർ മനസ്സിലാക്കി. അത് വെച്ച് ഞാൻ പറയാം, അവര് ഇടയ്ക്കിടയ്ക്ക് പറയും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ പറഞ്ഞു ഭീകരമാണ്. പലപ്പോഴും റിപ്പീറ്റ് അല്ലേ, ഭീകരമാണ്. ഞാൻ അവനെ കുറിച്ച് പറയുന്നത് അമലൊരു ഭീകര ജീവിയാണ്. എന്റെ അനുഭവം കൊണ്ട് പറയാണ് അവനൊരു ഭീകര ജീവിയാണ്. ആ ഭീകര അമൽ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള അർത്ഥത്തിലാണ്. അല്ലല്ലേ, ഇതിപ്പോ ലോകത്തോടെ ജപ്പാൻ വരുമ്പോ ഓരോന്ന് കാണുമ്പോൾ ഒരു അനുഭവം അതിലേക്ക് കൂടുതലാണ്. അതെ, ഞാൻ ആ രീതിയിൽ പറയാണ് ഒരു അത്ഭുത അല്ലെങ്കിൽ ഭീകര ജീവി. എനിവേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 24 വർഷമായി അതിനുശേഷം അവധിക്കല്ലാതെ നാട്ടിൽ പോകാറില്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ അവധിക്ക് പോയാലും 2 ആഴ്ച കൂടുതൽ നാട്ടിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ എന്റെ ഒരു പ്രത്യേകത, ഞാൻ ജപ്പാനിൽ വന്നിട്ട് ഞാൻ 3 വർഷത്തേക്ക് വേണ്ടി വന്നു. അവസാനം 24 വർഷമായിരുന്നതാണ്. ഈ ആ സമയത്ത് ഞാനൊരു ജാപ്പനീസ് ഭാഷയിൽ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള അറിഞ്ഞുകൊണ്ട് ഞാൻ ജാപ്പനീസ് സമയത്ത് പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ശ്രമിക്കുന്നില്ല, തട്ടിപ്പുകാരനാണ്. അപ്പോ പക്ഷെ ആളുകളെ പറ്റിക്കാൻ പറ്റും, ജാപ്പനീസ് പറയുന്നതുകൊണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു ഈ ഭയങ്കര ജാപ്പനീസ് ആണെന്ന്. ഞാൻ അങ്ങനെ ഇപ്പൊ ജീവിച്ചു പോകുന്നത്. അപ്പോ അതുകൊണ്ട് സംഭവിച്ചത് ഞാൻ ഈ ഞാൻ മലയാളത്തിൽ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കുറച്ചൊക്കെ. പക്ഷെ 24 വർഷമായിട്ട് ഞാൻ മലയാളത്തിൽ ഒരു നോവലോ ഒന്നും വായിച്ചിട്ടില്ല. പകരം ഞാൻ ജാപ്പനീസിലുള്ള നോവലുകൾ, ഇപ്പം മുറക്കാമി ഹരിക്കുന്ന പോലെയുള്ള ആളുകളുടെ നോവലുകളൊക്കെ വായിക്കുകയും അല്ലെങ്കിൽ ജാപ്പനീസിലുള്ള നോവലുകളാണ് കൂടുതൽ. ഇംഗ്ലീഷും ഞാൻ ആദ്യം വായിച്ചിട്ടില്ല ഈ 24 വർഷമായി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഞാൻ മലയാളത്തിലൊരു പുസ്തകം വായിച്ചു. അത് കെന്യാസാനും വാഴക്കൊലപാതകവും 2 പുസ്തകങ്ങൾ വായിച്ചു. 24 വർഷം കൂടി ഞാൻ മലയാളത്തിലുള്ള ഒരു മെയിനായിട്ട് സാധനം വായിക്കും. കഥകളൊക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളും ന്യൂസുകളും ഒക്കെ അതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് താളിയോലയില് അവന്റെ കഥ ഞാൻ വായിച്ചിരുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ എനിക്ക് അമൽ ആരാണെന്ന് അറിയാം. ഇത് അമൽ എന്ന് പറഞ്ഞ ആളാരാണെന്ന് ഞാൻ അറിയാം. നമ്മുടെ മലയാളികൾ എല്ലാവരും അറിയെങ്കിലും ഈ അമൽ എന്നുള്ള കഥ വായിച്ചു. പക്ഷെ അമലിനെ എനിക്കറിയില്ല, ഒരു ഭീകരജീവിയാണെന്ന് ഞാൻ അന്നേരം ഓർത്തായിരുന്നു. അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 2 പുസ്തകങ്ങൾ എഴുതാനുള്ളതാണ്. അതിൽ ഒരെണ്ണത്തിന്റെ പ്രത്യേകത ജപ്പാനിലെ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ എന്റെ 24 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വളരെ എന്താണ് അടുത്തറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇന്റിമസി തോന്നുന്നു. വേറെ വാഴക്കൊലപാതകം എനിക്കധികം മനസ്സിലായിരുന്നില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ
ഇമിഗ്രേഷനിലുള്ള അപ്പൊ അങ്ങനെ രണ്ട് പുസ്തകങ്ങൾ വായിച്ചു. എനിക്ക് കൂടുതൽ പുസ്തകം വായിക്കാൻ എനിക്ക് താല്പര്യം. ഞാൻ മലയാളത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാനുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ടുള്ളതോടെ കൂടി പറയുമ്പോൾ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള ആളുകളെ വിശ്വസിച്ചിട്ടുണ്ട്. അമലിന്റെ നമ്മളെല്ലാം ഒരേ ടൈപ്പാണ്. ഞാൻ പ്രായം കൊടുത്തിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ തോന്നിയാണ് സീനിയറായിട്ട് നമ്മളൊക്കെയാണ്. ജപ്പാനിലെ അപ്പൊ എല്ലാവരും നമ്മളുടെ ഒരു കൽപ്പടിക്കുന്ന രീതി കൂടിയാണ് നമ്മളുടെ അതുകൊണ്ട് അമലിന് എന്റെ പേഴ്സണലായിട്ടും നമ്മുടെ മലയാളി ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരും ഒന്നും കൂടിയിട്ടില്ലെങ്കിലും ഒരു സിംബോളിക് ആയിട്ട് നമ്മുടെ മലയാളികളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ആദരവ് അതുപോലെ ആശംസകളും അമലിന് നേരുകയാണ്. അതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഇതിന്റെ കഥകളെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് ഒരിക്കൽ കൂടി അമലിന് എല്ലാവിധ ആശംസകളും നേരുന്നു, ഭാവങ്ങളും നേരുന്നു. നമ്മുടെ അല്ലേ, ഇതിട്ടൊന്നും അമ്മലിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോ മുങ്ങും. അപ്പൊ ഇനി നമുക്ക് ടീ ബ്രേക്ക്, ചായ പഴംപൊരി അങ്ങനെ ജോലി ചെയ്യാൻ